മുസ്ലിം ലീഗിൽ 5 മന്ത്രിസ്ഥാനം അവർ ഉറപ്പിക്കുന്നുണ്ട്. അതിൽ മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ പി.കെ. ബഷീറും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഉറപ്പിക്കുന്നുണ്ട്. മണ്ണാർക്കാട് എം.എൽ.എ. എൻ ഷംസുദ്ദീൻ ഉറപ്പിക്കുന്നുണ്ട്. ഇനി മറ്റ് 4-5 ഈ സീറ്റുകളിൽ ഈ ഫൈനൽ 5 വരുമ്പോൾ ആ 4-5 സ്ഥാനങ്ങളിലേക്ക് ആരൊക്കെ വരും എന്നുള്ളതാണ് അറിയേണ്ടത്. കെ.എം. ഷാജിയെ പൂർണ്ണമായും വെട്ടിയോ, അവിടെ A.K.M. അഷ്റഫാണോ, പാറക്കൽ അബ്ദുള്ളയാണോ, വി അബ്ദുൾ ഗഫീർ, ഇതിൽ ആര് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. മുഹമ്മദ് ഷഹീദാണ് കോഴിക്കോട് നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ഷഹീദ്, പറയൂ, ഷാജിക്കുള്ള വാതിലിൽ പൂർണ്ണമായും ക്ലോസ് ആയോ? ആര്യ, ഏറ്റവും ഒടുവിൽ പുതിയ വിവരം നമുക്ക് ലഭിക്കുന്നത് ഷാജിക്ക് മുമ്പിൽ വാതിലുകൾ അടഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഷാജിക്ക് മുമ്പിൽ വാതിൽ അടയ്ക്കാനുള്ള ഒരു ശ്രമവും ലീഗിനകത്ത് നേതൃതലത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ അങ്ങനെ ഒരു ചെറിയൊരു നീക്കം ഉണ്ടായിരുന്നു. അതായത് കെ.എം. ഷാജിക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല, അതായത് ഈ ഇ.വി. അബ്ദുൽ ഗഫൂറിനെ മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ടി പരിഗണിച്ചു. അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ലീഗിനകത്ത് ഇപ്പോൾ ശക്തമായി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പാണക്കാട് കുടുംബം, അതിൽ പ്രത്യേകിച്ചും സാദിഖ് അലി തങ്ങൾക്കുപരിയായി പാണക്കാട് റഷീദ് അലി തങ്ങൾ ശക്തമായ ഒരു ആവശ്യം ഇത് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇ.വി. അബ്ദുൽ ഗഫൂറിനെ, കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച അബ്ദുൽ ഗഫൂറിനെ മന്ത്രിയാക്കണം എന്നുള്ള കാര്യം പാണക്കാട് റഷീദ് അലി തങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. അത് പാണക്കാട് കുടുംബത്തിൽ നിന്നും അങ്ങനെ ഒരു ആവശ്യം വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലീഗിന് തള്ളാൻ കഴിയില്ല. അതിന് പിന്നെ ആരെ വെട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മലപ്പുറത്ത് നിന്നും ഇന്നലെ കെ.എം. ഷാജിയെ മാറ്റി നിർത്താൻ ഒരു ആലോചന ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നുള്ളത് മന്ത്രിസ്ഥാനം മോഹിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ചില ആളുകളിൽ നിന്നും പ്രധാനപ്പെട്ട മറ്റൊരു ഉന്നത നേതാവിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കമുണ്ട്. പക്ഷേ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി തങ്ങളും ഇക്കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്തു. ഷാജിക്ക് മന്ത്രിസ്ഥാനം, ഷാജിയെ മാറ്റിവെച്ചുകൊണ്ട് മറ്റാരെയും പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഷാജിയെ അങ്ങനെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം നടത്താൻ പാടില്ല. പ്രത്യേകിച്ചും ഷാജിക്ക് വേങ്ങരയിലേക്ക് മത്സരിക്കാൻ വേണ്ടി, കാസർഗോഡായിരുന്നു ഷാജി ആദ്യം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. വേങ്ങരയിലേക്ക് മാറ്റുന്ന സമയത്ത് സാദിഖ് അലി തങ്ങൾ തന്നെ വളരെ കൃത്യമായി, കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഒക്കെ കൃത്യമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു മന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ ഉറപ്പായും ഉണ്ടാവും. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലാവുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഉറപ്പ് ഷാജിക്ക് മന്ത്രി പദവി സംബന്ധിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഷാജി അങ്ങനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പാർട്ടിക്കകത്തുള്ള ഒരു ഇക്വേഷനിൽ വലിയ ഒരു പ്രശ്നമുണ്ടാവുകയും അത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഷാജിയെ മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു ചർച്ചയിലേക്കില്ല എന്ന് ഇന്നലെ തന്നെ അങ്ങനെ അത്തരമൊരു വാതിൽ അടച്ചു കളഞ്ഞിട്ടുണ്ട്. ഷാജിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുലയിൽ അടച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് പി.കെ. ബഷീറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പി.കെ. ബഷീറിനെ മാറ്റി നിർത്തുക. ഇപ്പോൾ ഉയരുന്ന തർക്കം ഗഫൂറിനെ ഇപ്പോൾ മന്ത്രിപദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാണക്കാട് കുടുംബം ശക്തമായി ആവശ്യവുമായി മുന്നോട്ട് വെക്കുന്നു. പി.കെ. ബഷീർ വലിയ സമ്മർദ്ദവുമായി രംഗത്തുണ്ട്. തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കണം എന്നത് സംബന്ധിച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്ക് തൻ്റെ 4ാം ടേമിൽ ജയിച്ചു വന്നത് പാർട്ടിയിലെ സംഘടനാ തലത്തിലുള്ള തൻ്റെ എക്സ്പീരിയൻസും ഒപ്പം തന്നെ വയനാട് പുനരധിവാസ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്, അങ്ങനെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി.കെ. ബഷീർ ശക്തമായി രംഗത്തുണ്ട്. ഇതിൽ ആര് ഏത് നിലപാട്, ഏത് ആവശ്യത്തിന് മുൻതൂക്കം ലഭിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇക്കാര്യത്തിൽ. ഷാജിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പാറക്കൽ അബ്ദുള്ള ഏറെക്കുറെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അബ്ദുൽ ഗഫൂറിനെ പരിഗണിക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പ്രശ്നമുണ്ടാവും. അതായത് കാസർഗോഡ് അങ്ങനെ കൂടുതൽ 2 എം.എൽ.എമാരെ ജയിച്ച, കൂടുതൽ സംഘടനാ സ്വാധീനമുള്ള A.K.M. അഷ്റഫിനെ പോലെ BJP-യെ കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തി വന്ന ഒരാൾക്ക് പരിഗണന നൽകണ്ടേ, കാസർഗോഡിന് ഉത്തര മലബാറിന് പരിഗണന നൽകണ്ടേ എന്നുള്ള ഒരു ചോദ്യം സംഘടനക്കകത്ത് ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഗഫൂറാണോ ബഷീറാണോ എന്നുള്ള ചോദ്യം, പാണക്കാട് കുടുംബത്തിൻ്റെ തീരുമാനമാണോ അതിൽ അന്തിമമാവുക എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട. ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും പുതുതായി, ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം, കെ.എം. ഷാജിയും ഷംസുദ്ദീനും ഒക്കെ മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രിപദവിയിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആര്യ.